ഒടുവിൽ ശോഭാ സുരേന്ദ്രനെ ചവിട്ടി പുറത്താക്കി ബി നേതൃത്വം. ഇത് വല്ലാത്തൊരു ചതിയായി പോയി ബി. ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ ചെരുപ്പ് നക്കി സേവിച്ച് നടന്ന ശോഭയെ ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തഴഞ്ഞത് വല്ലാത്തൊരു ക്രൂരതയായി പോയി. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ അരുകു പറ്റി ഇങ്ങനെ നടന്നപ്പോഴേ ഊഹിച്ചതാണ് ശോഭയെ കാച്ചിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തിൽ ചവിട്ടി പുറത്താക്കി കസേര സ്വന്തമാക്കുമെന്ന്. എങ്കിലും ഒരല്പമൊക്കെ മനസാക്ഷി ശോഭയോട് കാണിക്കാമായിരുന്നു. സ്ത്രീ എന്നൊരു പരിഗണന പോലും നിങ്ങൾ കൊടുത്തില്ലല്ലോ. ഒരു തരത്തിലും യുക്തിക്ക് നിരക്കാത്തത് പോലും കവലകളിൽ പ്രസംഗിച്ച് മറ്റ് പാർട്ടിക്കാരെയും വ്യക്തികളെയും ഒക്കെ വ്യക്തിഹത്യ ചെയ്ത സംഘികൾക്ക് വേണ്ടി അഹോരാത്രം ചാവേർ പോരാളിയായി നിന്ന ശോഭാ സുരേന്ദ്രന് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? കേരളത്തിൽ ഇനി ബി നയിക്കുക മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആണെന്ന കാര്യം ഉറപ്പായി. കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ തീരുമാനിച്ചത്. കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് തന്നെ രാജീവിന്റെ പേരാണ്. ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകുമെങ്കിലും നാളെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. രാജീവിനെ കൂടാതെ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി. മുരളീധരൻ എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ശോഭയോട് യാതൊരു ദയാദാക്ഷിണ്യവും സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ കാണിച്ചില്ല. മതസ്പർദ്ധ പടർത്തി വെറുതെ ചന്ദനക്കുറിയും ഇട്ട് നടന്നത് മാത്രം ബാക്കിയായി ശോഭയ്ക്ക്. ശോഭയെ തഴഞ്ഞത് ജാതിയുടെ പേരിലാണെന്നൊരു വലിയ ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദുമതത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബി സർക്കാരിന് ജാതിയിൽ കുറഞ്ഞവരോട് അയിത്തവും ഉണ്ടല്ലേ? ഇനി ശോഭയ്ക്ക് നല്ലത് ബി കാല് നക്കാനും ഭിക്ഷയെടുക്കാനും പോകാതെ കമ്മ്യൂണിസ്റ്റിലോ കോൺഗ്രസിലോ ചേക്കേറുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഇത്രയും നാൾ പറഞ്ഞ ആക്ഷേപമൊക്കെ മറന്നിട്ട് ഈ രണ്ടു കൂട്ടരും ശോഭയെ സ്വീകരിക്കുമോ എന്നും കണ്ടറിയണം. നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നേക്കുമെന്നും പ്രചരിക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റാകാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു. ആരാകും ബി കേരളത്തിൽ നയിക്കുക എന്നറിയാനായി പ്രവർത്തകരും നേതാക്കളും 3 മാസമായി കാത്തിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെയും തിരഞ്ഞെടുക്കുമെന്നാണ് സൂചന. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നാണ് നിബന്ധന. സംഘപരിവാർ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരാളെ ശോഭയെ പോലെ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു പ്രതിനിധിയെ തഴഞ്ഞിട്ട് അധികാരത്തിൽ എത്തിച്ചത് വളരെ കഷ്ടമായി പോയി. ശശി തരൂരിനെ പോലെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുവാൻ മാത്രം താല്പര്യമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് ഈ സ്ഥാനത്തിൽ അദ്ദേഹം എന്തുമാത്രം സന്തോഷിക്കുമെന്നും കേരളത്തിന് എന്തുമാത്രം ഇത് ഉപയോഗപ്പെടുമെന്നും കണ്ടറിയണം. എന്റെ അഭിപ്രായത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒക്കെ റിസൈൻ ചെയ്ത് പോകണം. അല്ലാതെ കേരളത്തിലെ ബി നേതൃത്വത്തിന് ഒരു കാലത്തും ബുദ്ധി ഉദിക്കുമെന്ന് തോന്നുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ഗ്രൗണ്ട് ലെവൽ രാഷ്ട്രീയം അറിയാത്ത വെറും നൂലിൽ കെട്ടി ഇറക്കിയ ബി.ജെ.പിക്കാരനാണ്. അങ്ങനെ ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളച്ച ഒരാൾക്ക് വേണ്ടി ഓടി നടന്നില്ലാത്ത പൊടിപ്പും തൊങ്ങലും ഒക്കെ കേന്ദ്ര സർക്കാരിന് കൊടുത്ത ശോഭയെ മൂലക്കിരുത്തിയത് എന്തായാലും മോശമായി പോയി. ഇതിലും ഭേദമായിരുന്നു ശോഭയെ വല്ല അയൽക്കൂട്ടത്തിലും പോയി പ്രവർത്തിക്കുന്നത്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ശോഭയെ ഉറപ്പായും അയൽക്കൂട്ടം പ്രസിഡന്റെങ്കിലും ആക്കുമായിരുന്നു ഈ പെണ്ണുങ്ങൾ. ഇനി ശോഭ തലകിൽ തുണിയിടാതെ എങ്ങനെ പുറത്തിറങ്ങും?